10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എജുപോർട്ടിന്റെ ഇസാറ്റ് എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇസാറ്റ് എക്സാമിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% വരെ സ്കോളർഷിപ്പോടെ എജുപോർട്ടിൽ +1 +2 കൂടെ തന്നെ എന്ത് ചെയ്യാം, നീറ്റും ജെയും പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ എന്റെ വീട് തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ കാസർഗോഡാണ്, കൊല്ലത്താണ്, ഞങ്ങളൊക്കെ കോഴിക്കോട് വന്ന് എക്സാം എഴുതണം. വേണ്ടടാ, ഒന്നും വേണ്ട. നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ നിങ്ങളുടെ വീടുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സെന്ററിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. സെപ്റ്റംബർ 21-നാണ് ഇസാറ്റ് എക്സാം. അതിന്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പൊ തന്നെ എല്ലാവരും ഫില്ല് ചെയ്തിടുക. ആൻഡ് ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, ഇസാറ്റ് എക്സാം എഴുതാത്ത ഒരു കുട്ടിക്ക് എജുപോർട്ടിന്റെ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എഴുതണ്ട പിന്നെ വന്ന് ജോയിൻ ചെയ്യാം, അങ്ങനെ ഒരു അവസരമേ ഇല്ല. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസാറ്റ് എഴുതണം. ആൻഡ് നല്ല രീതിക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടുക്കാച്ചി സ്കോളർഷിപ്പ് ഇവിടെ കിട്ടും. ആൻഡ് സാറേ മാത്സിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നല്ല രീതിക്ക് പഠിച്ചു വരിക. അപ്പൊ ഇസാറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി എല്ലാവരും ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സകല അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലായിരിക്കും അറിയിക്കുന്നത്. ആ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം നടക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടാവും. നമുക്ക് അവിടെ വെച്ച്